നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ ഗൈഡൻസ് കൗൺസിലിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ എന്താ ടോപ്പിക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഹൗ ടു റിമൂവ് ഡിസ്ട്രാക്ഷൻ. ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാമെന്നുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസ്ട്രാക്ഷൻ എങ്ങനെ ഒഴിവാക്കാന്ന്. ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസ് മാത്രമല്ല, പാരൻസിനും പ്രൊഫഷണൽസിന് പോലും കോൺസെൻട്രേഷൻ കുറയുന്ന പ്രശ്നം വളരെ കൂടുതലാണ്. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ മൊബൈല്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, ഇതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്ന പ്രശ്നമാണ്. അപ്പം ഇവയൊക്കെ നമ്മുടെ ഈ ഫോക്കസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനത്തിൽ ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുമ്പോൾ, അതായത് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുക, ആ ഫോക്കസിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് മൊബൈല്, സോഷ്യൽ മീഡിയ, ഓവർ തിങ്കിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലൈഫ് ലോങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന്. ഡിസ്ട്രാക്ഷൻ എന്താ? നമ്മൾ ഒരു ചെയ്യേണ്ട കാര്യം വിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ആ കാര്യം വിട്ട് മനസ്സ് വേറൊരു ഇതിലേക്ക് പോകുന്നതാണ് കോൺസെൻട്രേഷൻ്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം വിട്ട് മറ്റൊന്നിലേക്ക് മനസ്സ് പോകുന്നതാണ് ഡിസ്ട്രാക്ഷൻ. ഉദാഹരണം, പഠിക്കുമ്പോൾ സഡൻലി മൊബൈൽ ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ 5 മിനിറ്റ്സിന് വേണ്ടി എടുത്തിട്ട് ഇത് ചെക്ക് ചെയ്ത് അവസാനം 1 മണിക്കൂറാണ് പോകുന്നത്. അപ്പോൾ ഇത് ഡിസ്ട്രാക്ഷൻ ആണ്. പഠിക്കുമ്പോൾ സഡൻലി ഒരു കോൾ വന്നു, ആ കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കോളല്ലേ, അപ്പോൾ ഒന്ന് സംസാരിച്ചിട്ടാവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൾ എടുത്ത് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോൾ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ 1 മണിക്കൂറാണ് പോകുന്നത് പഠിത്തത്തിൽ നിന്ന്. അപ്പം അത് നമ്മുടെ പഠിത്തത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ലോസ് പ്ലസ് എനർജി ലോസ് പ്ലസ് കോൺഫിഡൻസ് ലോസ്, ഇതാണ് ഡിസ്ട്രാക്ഷൻ. അതായത് ടൈം ലോസ്, നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവുന്നു, നമ്മുടെ എനർജിയും വേസ്റ്റ് ആവുന്നു, നമ്മുടെ കോൺഫിഡൻസും ലോസ് ചെയ്യുന്നു, അതാണ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ടൈം ലോസ് പ്ലസ് എനർജി ലോസ് പ്ലസ് കോൺഫിഡൻസ് ലോസ്. ഓക്കെ, ഇനി നമുക്ക് മേജർ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. മൊബൈൽ ഫോൺ അഡിക്ഷൻ. മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആവണവർക്ക് വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതി, ഇല്ലേ? പിന്നെ അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, പിന്നെ റീൽസ്, ഷോർട്സ്, ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ അഡിക്റ്റഡ് ആക്കും മൊബൈൽ ഫോൺ അഡിക്ഷനിൽ. അപ്പം മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് മൊബൈല് മെയിൻ ആയിട്ടൊരു ഇതാണ്. പിന്നെ ഓവർ തിങ്കിങ് എന്ന് ഞാൻ പറഞ്ഞു. ഓവർ തിങ്കിങ് എന്താണ്? പാസ്റ്റ് തോട്ട്സ്, ഫ്യൂച്ചർ വെറീസ്, പിന്നെ എനിക്ക് കഴിയും എന്നാ കഴിയില്ലേ എന്നൊരു ഡൗട്ട്, ഇതൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ്ങിൽ പെടുകയാണ്. പിന്നെ മൂന്നാമത് പറയുന്നത് ലേസിനെസ് ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് ലേസിനെസ്, നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത്രയും ആയില്ലേ, ഇനി നാളെ തുടങ്ങാം. അപ്പം അതെന്താണ്? നമ്മുടെ ലേസിനെസ് ആണ്. പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നമുക്കത് തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല, അതൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. ഇതിൻ്റെ മെയിൻ ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നാലാമത്തെ നമ്മുടെ സറൗണ്ടിങ്സ് കാം അല്ലെങ്കിൽ നോയ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ടോക്ക് ചെയ്യുക, അതുപോലെ TV വെച്ചിരിക്കുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കുക. ഇനി ഇതിനൊക്കെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയണേ സെറ്റ് ക്ലിയർ ഗോൾ. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നത് ക്ലിയർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങൾ വിചാരിക്കുക ഞാൻ പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, തലേ ദിവസം നമ്മളൊരു ടൈം പ്ലാൻ ചെയ്യണം. ഒരു ടൈം പ്ലാൻ മാത്രമല്ല, പഠിക്കേണ്ടത് ഒരു സ്റ്റഡി പ്ലാനും നടത്തണം. അപ്പം നമ്മൾ ഇന്ന് 2 ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അതായത് ആ സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോള് നമുക്ക് അത് എന്താ പറയുക, നമ്മളത്
അത് അച്ചീവ് ചെയ്യുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ 2 ചാപ്റ്റർ, ഏതാ സബ്ജക്റ്റ്, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ഏതാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മാത്സോ, ഞാൻ 2 ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 25 മിനിറ്റ് ഫുള്ള് ഫോക്കസ് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. ഇതിന് എന്താ പറയാന്ന് വെച്ചാൽ പോമഡോറോ ടെക്നിക്ക് എന്നാണ്. പോമഡോറോ ടെക്നിക്ക് അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൗൺസിലിംഗിൽ പറയണതാണ്. 25 മിനിറ്റ് ഫുൾ ഫോക്കസ് കൊടുക്കുക, 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു എനർജി ബൂസ്റ്റപ്പ് ആവും. നമുക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണ്ട. 25 മിനിറ്റ് ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ആവും. ഓക്കെ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് മൊബൈൽ വൈൽ സ്റ്റഡിങ്. മൊബൈൽ അങ്ങ് മാറ്റുക, സൈലന്റ് മോഡിൽ ഇടുക, അല്ലെങ്കിൽ മറ്റൊരു റൂമിൽ കൊണ്ടുവയ്ക്കുക, അതല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക, അങ്ങനെ മാറ്റി വെക്കുക. അപ്പോൾ ഒരിക്കലും മൊബൈൽ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരില്ല. പിന്നെ ക്രിയേറ്റ് സ്റ്റഡി എൻവയറമെന്റ്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയുക, ഞങ്ങൾക്ക് ഒരു സ്റ്റഡി എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടേബിള്, ആ ടേബിളിൽ ഇരിക്കുന്ന ബുക്കൊക്കെ വലിച്ചു വാരിയിടാണ്ട് നീറ്റായിട്ട് അടക്കി നല്ല സെറ്റാക്കി വെക്കുക. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം അവിടെ പഠിക്കാനുള്ളത് വെക്കുക. അവിടെ ഈ എന്താ പറയുക, പേപ്പർ വെയിറ്റ് ഇല്ലേ, ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പേപ്പർ വെയിറ്റ് അത് തിരിച്ച് കളിക്കുക, അല്ലെങ്കിൽ സ്കെയിൽ എടുത്ത് അതൊന്ന് കളിക്കുക. ഇതൊന്നും ചെയ്യാണ്ട് ആ സ്റ്റഡി മെറ്റീരിയൽ മാത്രം മേശപ്പുറത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് മോഡിലേക്ക് പോകും. അതായത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു മോഡിലേക്ക് തന്നെ പോകും. എങ്ങനെ? അതിനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പിന്നെ റൈറ്റ് ടാസ്ക്. അതെന്താ? ടു ഡു ലിസ്റ്റ്. മോർണിംഗിൽ അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഈ പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ഐറ്റംസ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ റെഡ് ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നോക്കുമ്പോൾ നമ്മൾ അന്ന് വൈകുന്നേരം നോക്കുമ്പോൾ നമുക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓ, ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലേ, അപ്പം ഞാൻ മിടുക്കിയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു ബോധം വരുമ്പോൾ തന്നെ അതൊരു മോട്ടിവേഷനാണ് നമുക്ക്. മനസ്സിലായില്ലേ മക്കളെ? പിന്നെ കൺട്രോൾ തോട്ട്സ്, മൈൻഡ് ട്രെയിനിങ്. മൈൻഡ് പോകുമ്പോൾ നമുക്ക് ജെന്റ്ലി അത് ബ്രിങ് ബാക്ക് കൊണ്ടുവരിക. അതായത് ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ് കുറച്ച് നേരം ഒന്ന് എനിക്ക് കോൺസെൻട്രേഷൻ്റെ, എനിക്കിത് പഠിച്ചു തീർക്കണം, അതിനുള്ള എനിക്ക് അറ്റ്മോസ്ഫിയറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കൂ എന്ന് 2-3 പ്രാവശ്യം മൈൻഡിനോട് നമ്മൾ ഈ മൈൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണ് ഇങ്ങനെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. എന്ത്? കോൺസെൻട്രേഷൻ. ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. അതായത് ദിവസവും ഒരു 5-10 മിനിറ്റ്സ് ഡീപ് ബ്രീത്ത് എടുക്കുക. അപ്പം നമ്മുടെ മൈൻഡ് കാമാക്കുക. ഡീപ് ബ്രീത്ത് എടുക്കുക, കോൺസെൻട്രേഷൻ അപ്പം നമുക്ക് നേച്ചറലി ഇൻക്രീസ് ആവും. ഡീപ് ബ്രീത്ത് എടുക്കുക, അതായത് ബ്രീത്തിങ്, പിന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, ദെൻ ബ്രീത്ത് ഔട്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ണുകൾ അടച്ചിരിക്കുക, ബ്രീത്തിങ്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്, വിട്ടു, പിന്നെ ബ്രീത്തിങ്, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മൈൻഡ് എപ്പോഴും കാമാവും. പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ചെയ്യാം. അതുപോലെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഈ ഡീപ്പ് ബ്രീത്തിങ് ചെയ്താൽ മൈൻഡ് കാമാവും. അങ്ങനെ കോൺസെൻട്രേഷൻ നേച്ചറലി ഇൻക്രീസ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഈ ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യിപ്പിച്ചാലും ചെയ്യിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പഠിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മക്കളെ, സക്സസ് കിട്ടാൻ ടാലന്റ് മാത്രം പോരാ, ഈ ഫോക്കസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എത്ര മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തു അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണോ എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിന്നേഴ്സ് ഫോക്കസ് ഓൺ ഗോൾസ് ബട്ട് ലോസേഴ്സ് ഫോക്കസ് ഓൺ ഡിസ്ട്രാക്ഷൻ.
നിങ്ങൾ ഏത് സൈഡാ ഇപ്പൊ തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു മോട്ടിവേഷൻ. അതേതാണ്? ഇന്നത്തെ ചെറിയ ഡിസിപ്ലിനാണ് നാളത്തെ വലിയ സക്സസ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തന്നെ ചെറിയ ചെറിയ ഡിസിപ്ലിനോട് കൂടി നിങ്ങൾ ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നാളെ നിങ്ങളുടെ സക്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പാരൻസ് പഠിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അതിപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തായാലും അതെ, നമുക്ക് പഠിക്കണമെന്ന് കേട്ടാൽ ദേഷ്യം വരും. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കണേന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അമ്മയും അച്ഛനും വഴക്ക് പറയുന്നുണ്ട് പഠിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ ഒന്ന് ചിന്തിക്കുക, അവർ പഠിക്കാൻ പറയണത് അവർക്ക് നിങ്ങൾ പഠിച്ച് വലിയതായിട്ട് ആർക്കാ? നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക, ഈ ചെറിയ ചെറിയ ഡിസിപ്ലിൻ പഠിക്കുന്ന കാര്യത്തിലുള്ള ചെറിയ ചെറിയ ഡിസിപ്ലിനൊക്കെ നിങ്ങളുടെ നാളത്തെ വലിയൊരു സക്സസ് ആയിരിക്കും. അപ്പം അതിന് കൂടെ നിങ്ങളുടെ പാരൻസും ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ദേവികൃപ ഗൈഡൻസ് ഏത് ടോപ്പിക്കിൽ വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അടുത്തൊരു ടിപ്സായിട്ട് ഞാൻ അടുത്തതിൽ വരാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.